അങ്ങനെ നമ്മൾ 2025 NDA 1 കുറിച്ചുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും വന്നു കഴിഞ്ഞു. ഇനി ഇത് എഴുതാൻ പോകാൻ മീൻസ് ആഗ്രഹം ഉള്ളവർ ഇതിനെ കുറിച്ച് നന്നായിട്ട് കൂടുതൽ സമയമെടുത്ത് ഇതിനുവേണ്ടി ഒരു പ്രിപ്പറേഷൻ അത്യാവശ്യമാണ്. ഓക്കെ, അല്ലാതെ നമുക്കിത് എളുപ്പത്തിൽ നേടുക എന്നുള്ളത് ഒരിക്കലും സാധ്യമല്ലാത്തൊരു സംഭവം തന്നെയാണ്. പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലതും തന്നെയാണ്. ഓക്കെ, പിന്നെ ഒരു പ്രത്യേകിച്ച് കുറെ കുട്ടികൾക്ക് ഈ ഫോഴ്സിൽ ജോയിൻ ചെയ്ത് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഇതൊരു നല്ലൊരു ടൈമാണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ആയിട്ട് ഇതിനകത്തുണ്ട്. പിന്നെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാനലിൽ കൂടെ വന്നുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് മാത്സ് അടിപൊളിയായിട്ടുള്ള ക്ലാസ്സുകൾ ഈ ചാനലിൽ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ നോക്കി കഴിഞ്ഞ് സെർച്ച് ചെയ്താൽ കുറെ ക്ലാസ്സുകൾ വീഡിയോസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കാം. നമ്മൾ ഓരോ പ്രോബ്ലം നോക്കുമ്പോൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നത് നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻസുകളും ഇതിന്റെ വരുന്ന ക്വസ്റ്റ്യൻ തമ്മിൽ വളരെ വ്യത്യാസം ഉണ്ടെന്നുള്ളതും രണ്ടാമത് ചെയ്യുന്ന രീതികളിലൊക്കെ വളരെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇവരെ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടി പഠിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ ലാസ്റ്റ് ഡേറ്റ് തുടങ്ങിയാൽ ലാസ്റ്റ് ഡേറ്റ് അതാണ് വരുന്നത് ഇമ്പോർട്ടന്റ് അല്ലേ. 31/12/2024 വൈകിട്ട് 6 മണി വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ ഏജ് എല്ലാവർക്കും ഒരു സംശയമുള്ള സംഭവമാണ്. ഏജ് 2nd July 2006 തൊട്ട് 1st July 2009 വരെ ഇൻക്ലൂഡിംഗ് ദീസ് 2 ഡേറ്റ്സ്. ഓക്കെ, ഇത് രണ്ടും ഇൻക്ലൂഡഡ് ആയിട്ട് ഇതിനിടയ്ക്കുള്ളവർ ജനിച്ചവരായിരിക്കണം ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് നമുക്ക് എക്സാം സെന്റേഴ്സ് ഇൻ കേരള 3 എണ്ണമാണ്. കൊച്ചി, ട്രിവാൻഡ്രം ആൻഡ് കാലിക്കറ്റ്, കോഴിക്കോടാണ്. നെക്സ്റ്റ് ടോട്ടൽ സീറ്റ്സ് 406 ആണ്. അതിനകത്ത് 27 പേർക്ക് ഫീമെയിൽസ് ഉണ്ട്. നെക്സ്റ്റ് ഇതിന്റെ ഒരു പ്രത്യേകത എന്നുള്ളത് നമുക്ക് 3 വിങ് ആണ് മെയിൻ ആയിട്ടുള്ളത്. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ആർമി, നേവി, എയർഫോഴ്സ്. ആർമിക്കാണ് ഇതിൽ കൂടുതൽ സീറ്റ് ഉള്ളത്. ഇതിനകത്ത് നേവിയും എയർഫോഴ്സിനും അപ്ലൈ ചെയ്യുന്നവര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവര് ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി മസ്റ്റ് ആയിട്ട് പഠിക്കണം. ബട്ട് നമുക്ക് ആർമിയിലോട്ടുള്ളവർക്ക് ഫിസിക്സും കെമിസ്ട്രി ഒന്നും വേണമെന്നില്ല. ഏതെങ്കിലും ഒരു +2 പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ഫോം നമുക്ക് upsconline.gov.in വൺ ടൈം രജിസ്ട്രേഷൻ OTR കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഫീസ് 100 രൂപയാണ്. അത് വനിതകൾക്കും അല്ല മറ്റുള്ളവർക്കും ഒന്നുമില്ല, പ്രത്യേകിച്ച് ബോയ്സിനാണുള്ളത്. ഓക്കെ, മറ്റുള്ള പിന്നെ അവിടെ കുറച്ച് പ്രിഫറൻസ് ഉണ്ട്. മീൻസ് ചിലർക്കൊന്നും ഫീസ് അടയ്ക്കേണ്ടതില്ല. 2 രീതിയിൽ കൂടെ അടയ്ക്കാം. ഒന്ന് SBI കൂടെ നമുക്ക് ഫീസ് അടയ്ക്കാം, അല്ലെങ്കിൽ ഓൺലൈനിൽ കൂടെ നമുക്ക് കയറി അടയ്ക്കുകയും ചെയ്യാം അപ്ലൈ ചെയ്യുമ്പോൾ. ഇനി നമുക്ക് ഏതിനാണോ ആദ്യം നിങ്ങൾക്ക് കൂടുതൽ ഇന്നടുത്ത് എനിക്ക് വേണം എന്നുള്ളത് നിങ്ങൾക്ക് ടിക്ക് ചെയ്യാം. ആർമിയാണ്, നേവിയാണ്, എയർഫോഴ്സ്. ഇപ്പൊ നമ്മൾ എനിക്ക് ആദ്യം എയർഫോഴ്സിലാണ് നോക്കുന്നത്, പൈലറ്റ് ആവണം, അങ്ങനെയൊക്കെയാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ആദ്യം വിടാം. രണ്ടാമത് നേവി, മൂന്നാമത് നമുക്ക് ആർമി. ഈ രീതിയിൽ കൂടെ നിങ്ങൾക്ക് അവിടെ എഴുതി വെക്കാം. കാരണം അവർക്ക് പോലെ നിങ്ങളുടെ ആഗ്രഹം കുറെ ഇങ്ങനെയുള്ള ഒരു ചെറിയ അവർക്ക് ഐഡിയ കിട്ടും. ഓക്കെ, ഇനി നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മിസ്റ്റേക്സുകൾ നമുക്ക് ജാനുവരി മീൻസ് 2025 ജാനുവരി 1 തൊട്ട് 7 വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ ചെയ്ത ആപ്ലിക്കേഷനുകളിൽ എന്തെങ്കിലും തെറ്റ് ഉണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ഒരു അവസരമുണ്ട്. അല്ലേ. നെക്സ്റ്റ് നമ്മുടെ കേരള ഗവൺമെന്റ് ഇതിനകത്തൊരു സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2 ലക്ഷം രൂപയാണ്. അപ്ലൈ ചെയ്ത് ഇതെല്ലാം സെലക്ഷൻ ആയ ഒരു കുട്ടിക്ക്, കേരളത്തിൽ നിന്നുള്ള ഒരു കുട്ടിക്ക് കേരള ഗവൺമെന്റ് 2 ലക്ഷം രൂപ സ്കോളർഷിപ്പ് നൽകുന്നുണ്ട്. നെക്സ്റ്റ് എക്സാം ഡേറ്റ് April 13, 2025. ഇതാണ് നമ്മുടെ NDA 1 കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും. ഇനി നമുക്ക് ഇനി കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പോവുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. എക്സാമിന്റെ ടോട്ടൽ മാർക്സ് എത്രയാണ്, അതിന്റെ ഇതെല്ലാം അതെല്ലാം നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനൽ നമ്മൾ തന്നിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഉടൻ തന്നെ ഇതെല്ലാം നമ്മുടെ ചാനലിൽ വേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാവരും ഇത് കാണുന്നവരെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തോണം. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ മറക്കാതെ എനേബിൾ ചെയ്തിട്ടേക്കണം. നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ക്ലാസ്സുകളും കാര്യങ്ങളും എല്ലാം ഇവിടെ കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ അത്യാവശ്യം മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾക്ക് പിന്നെ ഫോട്ടോയും കാര്യങ്ങളും എല്ലാം കൊണ്ടുപോകണം. അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുടെ ഏതെങ്കിലും ഒരു ID പ്രൂഫ് എന്തെങ്കിലും ആധാർ കാർഡ് കൊണ്ടുപോകാം. അത്രയുള്ള കാര്യങ്ങൾ, വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പൊ എല്ലാവരും പോയി അപ്ലൈ ചെയ്യുക. മാക്സിമം നല്ലൊരു പഠിച്ചിട്ട് പോയി എക്സാം എഴുതുക.